എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പേരെ ഇവിടെ ഈ സദസ്സിൽ കാണുമ്പോൾ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട്. നിങ്ങളോടൊക്കെ ഞാൻ എൻ്റെ സ്നേഹം പറയുന്നു. ഞാൻ ആദ്യമേ അങ്ങ് നന്ദി പറയാൻ പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നന്ദി എന്ന് പറയുന്ന സാധനം പലർക്കും ഇല്ല, മറന്നുപോകും. നന്ദി പറയാൻ പലപ്പോഴും മറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം നന്ദി പറയട്ടെ. ആദ്യം കുഞ്ഞക്കൻ മുഹമ്മദ് അലി, കുഞ്ഞക്കൻ മുഹമ്മദ് അലി ചിരന്തനയുടെ എൻ്റെ കൂടെ എല്ലാ സമയം എൻ്റെ അഭ്യുദയകാംക്ഷി എന്നെനിക്ക് ഒറ്റ വാക്കിൽ പറയാം. കൗമുദി ടിവിയുടെ വിനു മനോഹർ, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. അമ്മാർജി പിന്നെ പറയണ്ട, എല്ലാവർക്കും അറിയാം അമ്മാർജിയെ പറ്റി. അമ്മാർജിയെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ശംഷിയുടെ അടുത്ത സുഹൃത്താണ്. പിന്നെ ജാനകി നാട്ടിൽ നിന്ന് വന്നതാണ്. പുസ്തക പരിചയത്തിന് സുസംസിയുടെ ആളാണ് ജാനകി. ടീച്ചറാണ്. നമ്മുടെ സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് വിശേഷണങ്ങൾ ഒരുപാടാണ്. ജേർണലിസ്റ്റ്, ടീച്ചർ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള മാധ്യമപ്രവർത്തക. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പുസ്തകത്തിന് മുഖചിത്രം രൂപകൽപ്പന ചെയ്ത എൻ്റെ ലൗലി ഇവിടെ ഉണ്ട്. അവളിവിടെ ഇരിപ്പുണ്ട്. അവളാണ് എനിക്ക് മുഖചിത്രം വരച്ച് എനിക്ക് തന്നത്. പിന്നെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള, എനിക്ക് എല്ലാ സപ്പോർട്ടുള്ള ഉഷ എല്ലാ വർഷവും ഇറക്കുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? കുടുംബത്ത് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പുസ്തകം ഇറക്കാം, എനിക്ക് എഴുതാം, എനിക്കത് മാത്രമേ ഉള്ളൂ പണി, വേറെ ഒരു പണിയില്ല. പിന്നെ എനിക്ക് എഴുതിക്കൂടെ, മടിക്കാതിരുന്നൂടെ എനിക്ക്. അങ്ങനെ എൻ്റെ മക്കളുടെ സഹായമുണ്ട്. പിന്നെ ഉള്ളത് സുസമസ്യയുടെ ഹരി കാരണമാണ് ഈ പുസ്തകം ഇറങ്ങിയത്. ഹരി ചോദിച്ച് മേടിച്ചതാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ കൊടുത്തതുപോലുമല്ല, എന്നോട് ചോദിച്ച് മേടിച്ച ഹരിയുണ്ട്. പിന്നെ സുസമസ്യയുടെ സുനിത. രണ്ടുപേരോടും, ഇത്രയും പേരോട് എനിക്ക് നന്ദി പറയാതെ വയ്യ. പിന്നെ പറയാനുള്ളത്, പുസ്തകത്തെ പറ്റി പറയാനുള്ളത് ഒരു വെറൈറ്റി, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ ഇതിലൊന്നും എൻ്റെ അനുഭവങ്ങളോ എൻ്റെ ജീവിതമോ എല്ലാം ഞാൻ ഒറ്റപ്പെട്ടിട്ടുമില്ല. എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എനിക്കത് മതി. ഒരു 100 ഫ്രണ്ട്സോ അല്ലെങ്കിൽ അതുപോലുള്ളവരിലും ഫ്രണ്ട്സുണ്ട്. എൻ്റെ ചുറ്റും നിങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സല്ലേ. പിന്നെ എൻ്റെ കുട്ടികളുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ഒറ്റപ്പെടും? ഭർത്താവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ദോഷം എനിക്കില്ല. പിന്നെ എൻ്റെ ഉടലുരിയാട്ടത്തെ പറ്റി ആരും ഒന്നും പറയണ്ട, മനസ്സിലായോ? വായിക്കുന്നവരൊക്കെ വായിച്ചു. നോവ് തിന്നും കരടിന് പാടുവാനാവൂ നിത്യം മധുരമായി ആർദ്രമായി. ആര് പറഞ്ഞാന്നറിയാമോ? ഇത് ആരുടെ വരികളാണെന്ന് ആർക്കെങ്കിലും പറയാമോ? എത്ര പേര് പറയും? കവിതാ വായന ഇല്ല. കവിത ഒരു പഴയ ഒരു മഹാകവിയുടെ കവിത പോലും ആരും വായിക്കുന്നില്ല. ഇത് ഈ ശങ്കരക്കുറിപ്പ് എഴുതിയ വരികളാണ്. അത് കരളിൻ്റെ നോവാണ് നമ്മുടെ കവിതയായിട്ട് വിരിയുന്നത്. ഉള്ളിലെ നോവാണ്, നൊമ്പരമാണ്. അല്ല സന്തോഷിച്ചിരിക്കുമ്പോൾ ആരും കവിത എഴുതത്തില്ല. എഴുതും 1-2 വരികൾ, പൊടി 1-2 വരികൾ എഴുതും. സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ, വിരഹം, നൊമ്പരം, പ്രണയം, ഇതൊക്കെ വരുമ്പോഴാണ്, പ്രണയ നൈരാശ്യത്തിലൊക്കെയാണ് നമ്മൾ എഴുതിപ്പോണം. അതിന് രാത്രിയിലേ എടുത്തു വരത്തുള്ളൂ. നല്ല കവിത വിരിയണേ രാത്രിയിൽ എഴുതണം, ഇല്ലേ? അതാണ് ഞാൻ പറയുന്നത്. മനസ്സിന് നൊമ്പരം ഉള്ളതുപോലെ തന്നെയാണ് മനസ്സ് ശരീരവും. അതായത് മനസ്സ് ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. മനസ്സിന് നൊമ്പരമുണ്ട് എഴുതുന്ന പോലെയാണ് ശാരീരികമായിട്ടുള്ള അവശതകളും ശരീരത്തിന് വരുന്ന നൊമ്പരങ്ങളും വേദനകളും. മനസ്സിലായോ? അങ്ങനെ ശരീരവും അതുപോലെ തന്നെയാണ് പ്രതികരിക്കുക. നമുക്ക് കവിത വരും, ദേഹത്ത് നൊമ്പരം വരുമ്പോൾ പനിയായിട്ട് കിടക്കുമ്പോൾ കവിത എഴുതുന്നുണ്ട് ആൾക്കാർ. ആശുപത്രി കിടന്ന് കവിത എഴുതുന്നുണ്ട്. അതറിയാം, നൊമ്പരം. അതാണ് ഇതിൻ്റെ, അതായത് ഭാഷയല്ല, ശരീരത്തിന് ഭാഷയല്ല. ആ ഭാഷ ഉരിയാട്ടമായി പുറത്തു വരും. അതാണ് ഉടലിൻ്റെ ഉരിയാട്ടം. ആ ഭാഷയെ നമ്മൾ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുത്തുന്നതാണ് കവിതയായി രൂപപ്പെടുന്നത്. ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇവിടെ വന്നവരും സഹകരിച്ചവരോടും എല്ലാം
അത് മാത്രമാണ് എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി അല്ലെങ്കിൽ ദൗത്യം. എല്ലാ പ്രാവശ്യവും അത് തന്നെയാണ്. നന്ദി പറയുക. അടുത്ത പ്രാവശ്യവും ഞാൻ നന്ദി പറയും. നന്ദി പറയാനായിട്ട് മാത്രം ജനിച്ചത്. എല്ലാവരോടും നന്ദിയുണ്ട്. ഇനി ഇവിടെ പലതരത്തിലുള്ള പുസ്തക പ്രകാശനം നടക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്ന് വേറിട്ടൊരു പുസ്തക പ്രകാശനം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു അവസ്ഥ. എല്ലാ വർഷവും ഇങ്ങനെ തന്നെ, കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു. ആശംസ അറിയിക്കാനായി ഉഷ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് സ്ത്രീയിൽ ആശംസ വരണമെന്ന്. ഉണ്ട്, സമയമില്ലാതെ അത് ഹമീദിക പിടിച്ചിറങ്ങിക്കോളും. പെട്ടെന്ന് വന്നോ, അതിനാണ് റെഡിയായി നിൽക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന്. ചേച്ചിനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് മുഖപുസ്തകത്തിലൂടെയാണ്. ചേച്ചിയുടെ എഴുത്തുകൾ തന്നെയാണ് എന്നെ അത് കൂടുതൽ ചേച്ചിയോട് അടുപ്പിച്ചിട്ടുള്ളത്. ഞാൻ 4 വരി വായിക്കാമേ. സ്നേഹിച്ചൊടുവിൽ നിന്നെ ഞാനിപ്പോൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. വെറുപ്പിനെ രാഗി മൂർച്ച കൂട്ടാൻ പിന്നെയും വെറുതെ നീ എന്ന അരം എന്നെ തേടിയെത്തുന്നു. ഒരുപാട് സ്നേഹിച്ചവർക്ക് മാത്രമേ കുറേ വെറുക്കാനാവൂ. പക്ഷേ വെറുത്ത് ഒടുവിൽ ആ വെറുപ്പിൻ്റെ കാലങ്ങൾ പോകെ ആ വെറുപ്പിൻ്റെ ആഴം അലിഞ്ഞലിഞ്ഞു പോകും. പിന്നെ ആ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് തന്നെ ആ സ്നേഹം തിരിച്ചു വരും. അതാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് ആശംസകൾ. ഈ പുസ്തകം ഒരുപാട് വായിക്കപ്പെടട്ടെ. സ്നേഹം, നന്ദി.